2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പിണറായി വിജയൻ സർക്കാരിന് മൂന്നാം ഊഴത്തിലേക്ക് പോകുമോ, അതോ UDF തിരികെ വരാൻ കഴിയുമോ എന്നുള്ളതൊരു വലിയ ചർച്ചാ വിഷയമാണ്. കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യുന്നതാണ്. അതുപോലെ BJP വലിയൊരു സ്പേസും ഇവിടെ പിടിക്കുന്നു. ഇത്തവണ കേരളം ഭരിക്കും എന്ന് അമിത്ഷാ പറഞ്ഞതിനെ നമ്മൾ അത്ര നിസ്സാരമായിട്ട് കാണുകയും വേണ്ട. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഓരോ ജില്ലകളിലേക്കും പോകാം. 140 മണ്ഡലങ്ങളിലേക്ക് ഓരോന്നും എടുത്തെടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് ഓരോ ജില്ലകൾ തിരിച്ചു പോകാം. സംസ്ഥാന തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങാം. തലസ്ഥാനത്ത് ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. നിലവിൽ UDF കൈവശം ഒരു മണ്ഡലം കോൺഗ്രസിന്റെ കയ്യിൽ, കോവളം. BJPക്ക് ഇല്ല. 2016 കൈനീട്ടം കിട്ടി, 2021 നഷ്ടപ്പെടുത്തി. ഇനിയും BJP എത്ര വരെ കയറിപ്പോകും, LDF എത്ര, UDF എത്ര വരയിലേക്കും പോകാം. സാധാരണ കേരളം ഭരിക്കുന്നത് ആരാണോ അവരോടൊപ്പമാണ് തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ ജില്ല നിൽക്കുന്നത്. അതാണിപ്പോൾ കഴിഞ്ഞ 2 തവണയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ തിരിയും? ആദ്യമേ ഒരു കാര്യം അങ്ങ് സൂചിപ്പിക്കാം. ഇപ്പോഴത്തെ നിലവാരമനുസരിച്ച് കളഞ്ഞു കിട്ടിയ കളിപ്പാട്ടം പോലെ നേമം സീറ്റ് BJPക്ക് അനുകൂലമായിട്ട് അവർ തിരിച്ചു പിടിക്കും. ഒരു കാര്യം മാത്രം ഇപ്പോഴത്തെ നിലയ്ക്കാണ്. പിന്നെ ഇനിയിപ്പോൾ സതീഷിൻ്റെ ഭീഷണിയുണ്ട്, കാളയം കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയുണ്ടായിരുന്നു. അതൊന്നും ഏശിയില്ല. ഇനിയും ഭീഷണികൾ വരാം. നോക്കൂ, മൊത്തത്തിൽ അനുകൂലമായിട്ടൊരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത് UDF. ഭരണവിരുദ്ധ തരംഗം. അതെന്തുകൊണ്ടായിരുന്നു? 2-3 കാര്യങ്ങളുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ പിടിപ്പുകേട് പ്രധാനപ്പെട്ട ഒരു കാര്യം. കോഴിക്കോട്ട് അതനുഭവപ്പെട്ടു, തീയായിട്ടും പുകയായിട്ടും. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതനുഭവപ്പെട്ടു. അവിടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപകരണങ്ങളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം, ആൾക്കാരോട് പിരിച്ചുപകരണങ്ങൾ വാങ്ങുന്നതിൻ്റെ ഒരു ചിത്രം, ദയനീയമായ ചിത്രമൊക്കെ നമ്മൾ കണ്ടു. അത് ഹിറോസ് ചിറക്കൽ എന്ന് പറയുന്ന ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന ആ മനുഷ്യനെതിരെ നടന്ന തേജോവധം, അന്വേഷണം, അദ്ദേഹത്തെ ഒരു കള്ളനാക്കുന്ന തരത്തിൽ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം, അതിന് ഒത്താശ നൽകിയ മന്ത്രി, അങ്ങനെ അദ്ദേഹത്തിന് മാനസിക നില തെറ്റി ചികിത്സയ്ക്ക്, മനഃശാസ്ത്ര ചികിത്സയ്ക്ക് പോകേണ്ടി വന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ സത്യം വിളിച്ചു പറയുന്ന വിസിൽ ബൗളർമാരെ അവരുടെ പാർട്ടിക്കാരനായിട്ട് കൂടി അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ചപ്പോൾ തന്നെ അവിടുത്തെ കാര്യസ്ഥനായ മന്ത്രി VN വാസവനും ആരോഗ്യവകുപ്പിൻ്റെ മൊത്തം ചുക്കാൻ പിടിക്കുന്ന വീണ ജോർജും വന്ന് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ആ കെട്ടിടം തകർന്ന് അതിനടിയിൽ കിടന്ന് നിലവിളിക്കുന്ന സ്ത്രീയുടെ ശബ്ദത്തിന് മേൽ ഒളിച്ച വെച്ചിട്ട് പോവുകയും ഒക്കെ ചെയ്ത ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം. അതുപോലെ തന്നെ നോക്കൂ, ഒരിക്കലും കേരളത്തിൽ അത്ര വ്യാപിച്ചിട്ടില്ലാത്ത അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. കിണറുകൾ നിങ്ങൾ ശുദ്ധമാക്കിക്കോളാൻ എന്ന് പറഞ്ഞിട്ട് ആരോഗ്യമന്ത്രി പറയുന്നു. അതുപോലെ തന്നെ വവ്വാലിൽ നിന്ന് വന്നു എന്ന് കരുതപ്പെടുന്ന നിപ്പ രോഗം വിട്ടുമാറാതിങ്ങനെ കേരളത്തിൽ മരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആകപ്പാടെയുള്ള ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വലിയൊരു അനുകൂലമായ കാലാവസ്ഥ കോൺഗ്രസ്സിന് സൃഷ്ടിച്ചതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കമ്പോളത്തിലെ വിലക്കയറ്റം. വെളിച്ചെണ്ണയുടെ വില കിലോയ്ക്ക് 500 രൂപയും കടന്നു നിൽക്കുന്ന സന്ദർഭം. അത് സപ്ലൈകോ എന്ന് പറയുന്നത് നിസ്സഹായമായിട്ടും, അതുപോലെ തന്നെ 3 സാധനങ്ങൾ പോലും വില കുറച്ച് കിട്ടാനില്ലാത്ത അവസ്ഥ, അതിൻ്റെ റാക്ക് പലപ്പോഴും ശൂന്യമായിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ വന്നിട്ട് CPIയുടെ ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രിയെ തന്നെ CPIയുടെ ജില്ലാ കമ്മിറ്റികൾ ചീത്ത പറയുന്ന ഒരവസ്ഥ വരെ എത്തി. അടിപൊളി കലശലായിട്ടുണ്ട് അല്ലേ പാർട്ടി സമ്മേളനങ്ങളിൽ. ഇതെല്ലാം കൂടെ ചേർന്ന് UDFന് അനുകൂലമായിട്ടും ഭരണവിരുദ്ധ തരംഗമായിട്ടും തിരുവനന്തപുരത്തും പ്രതിഫലിച്ചതാണ്. പക്ഷേ ഓണം വന്നെത്തും മുമ്പേ ഓടി വന്നെത്തിയ ഒരാശ്വാസം പോലെ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ സ്ത്രീബന്ധം സംബന്ധിച്ചുള്ളൊരു കേസ് വന്നിട്ട്
നിലയങ്ങ് തെറ്റിയിരിക്കുകയാണ് UDF. എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ വന്ന് ആ MLA സ്ഥാനം കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരുന്നായിരുന്നു. പരിശുദ്ധരായിട്ട് അത് മുകേഷ് MLA രാജിക്ക് വേണ്ടി അവർക്ക് ആവശ്യപ്പെടാവുന്ന ഒരവസ്ഥ അവർ തന്നെ നഷ്ടപ്പെടുത്തിയ കാര്യം. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ നമ്മളീ പറയുന്നത് കേരളം ആര് ഭരിക്കുമെന്നാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിനെ എന്താണ് ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതനുസരിച്ചാണ് അവർ വോട്ട് ചെയ്യുക. അത് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണക്കാലത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഏതൊക്കെ വിഷയങ്ങൾ ഇനി വരാനിരിക്കുന്നു, കുറച്ച് 6 മാസം തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനിടയ്ക്ക് പിന്നെ ഏതാണ്ട് 9 മാസത്തോളം 1 വർഷത്തോളം മാക്സിമം സംസ്ഥാന തെരഞ്ഞെടുപ്പ്, ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. ഇവിടെ നമ്മൾ കാണേണ്ട വളരെ ചിന്തനീയമായൊരു കാര്യം, പിണറായി വിജയൻ ഗവൺമെൻറ് തിളങ്ങുന്നത് അത് 1ാം പിണറായി ആയാലും 2ാം പിണറായി ആയാലും പ്രതിസന്ധികൾ വരുമ്പോഴാണ്. പ്രതിസന്ധികളിൽ ഒരു രക്ഷകനായിട്ട് ഉയരാനുള്ള ഒരു കഴിവ്. ദുരിതകാലങ്ങളായിരുന്നു 2018. അവരുടെ ഭാഗ്യം ദുരിതമായിരുന്നു, അവരുടെ ഭാഗ്യമെന്ന് പറയാം. 2018 പ്രളയം എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വലിയ നേരിടൽ നടത്തി. പിന്നത്തെ ഫോളോ അപ്പൊക്കെ കണക്കാണ്, അത് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെയാണ് വിലക്കയറ്റം അതിൻ്റെ മൂർധന്യത്തിലെത്തി നിന്ന അവസ്ഥയിലാണ് ഈ പ്രാവശ്യം ഓണം വന്നത്, അല്ലേ? ഓണം വന്നത് ആസന്നമായ ഓണത്തെ വളരെ ശക്തിയുട്ട് അവർ നേരിട്ടു. കിലോയ്ക്ക് 500 രൂപയോളം എത്തിയ വെളിച്ചെണ്ണ 500 രൂപയ്ക്ക് 2 കിലോ വെളിച്ചെണ്ണ നൽകുന്ന ഒരു പദ്ധതി കൊണ്ടുവന്ന് അവർ നേരിട്ടു. പിന്നെ അത് കഴിഞ്ഞതാ ഇപ്പോൾ 250 രൂപ വെളിച്ചെണ്ണ അങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക. അപ്പം മാർക്കറ്റിൽ അവർ ശക്തമായിട്ട് ഇടപെട്ട് വെളിച്ചെണ്ണ ഒരു പ്രധാനപ്പെട്ട ഉപ്പേരി കാച്ചാനായാലും പപ്പടം കാച്ചാനായാലും മെഴുക്ക് വരട്ടി ഓണത്തിന് വിളമ്പാറില്ല, മറ്റെല്ലാ സാധനവും കടുവ് കുറക്കാനും ഒക്കെ ആവശ്യമുള്ളൊരു സാധനമാണ്. തലയിൽ തെക്കുന്നതും കേരളീയർ വെളിച്ചെണ്ണ അതവിടെ പിടിച്ചു നിർത്തി. പിന്നെ റേഷൻ കട വഴി 15 കിലോ അരിയാണ്. അത് പിണറായി വിജയൻ്റെ സംഭാവനയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അത് മുഴുവൻ ഫോർട്ടിഫൈഡ് റൈസാണ്, അത് പച്ചരി ഒഴികെ ഫോർട്ടിഫൈഡ് റൈസാണ്, അത് കേന്ദ്രമാണ് കൊടുക്കുന്നത്. മുഴുവൻ അരിയും കൊടുക്കുന്നത് കേന്ദ്രമാണ്. അത് ജോർജ് കുര്യൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കിട്ടുന്നത് ഇത് പിണറായി വിജയൻ്റെ ഒരു ദാനമായിട്ടാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. പിന്നെ വിജയനാഥൻ അല്ല, ഇതത്രയും LDF അനുകൂല സാഹചര്യമാക്കി മാറ്റിക്കൊണ്ടു പോവുകയാണ്. പക്ഷേ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. തിരുവനന്തപുരം ജില്ലയിൽ BJP പ്രധാനമായും നോട്ടമിട്ടിരിക്കുന്നത് വട്ടിയൂർ നേമം, വട്ടിയൂർ ഞാൻ പറഞ്ഞു, കഴക്കൂട്ടം, പിന്നെ കാട്ടാക്കട, ഒപ്പം നെടുമങ്ങാട് ഉണ്ട്. നെടുമങ്ങാട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തില് നിയമസഭ അവിടെ 2ാം സ്ഥാനത്താണ് BJP വന്നത്. കാട്ടാക്കടയിൽ 1ാം സ്ഥാനത്താണ്. അവിടെ PK കൃഷ്ണദാസ് തന്നെ മത്സരിക്കുമെന്നാണ് ഉറപ്പായിട്ടുള്ളത്. നേമത്ത് വന്നിട്ട് രാജീവ് ചന്ദ്രശേഖറിലേക്ക് പോകും. പിന്നീട് തിരുവനന്തപുരം സെൻട്രലില് 2ാമതാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ ഇത്തവണ UDF ഘടകകക്ഷിയായ CMPക്ക് പോകുമെന്നാണ് അറിയുന്നത്. CMPയിൽ നമുക്കറിയാം CP ജോൺ മാത്രമാണ്, അദ്ദേഹമാണ്. പിന്നെ അവിടെ നേരത്തെ കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു. 2021 VS ശിവകുമാറുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരെ എതിർക്കുന്നത് CP ജോൺ ആയിരിക്കും, അങ്ങനെയാണോ വരുന്നത്? അല്ല, രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത് നേമത്താണ്. തിരുവനന്തപുരം സെൻട്രലിലാണ് CP ജോൺ മത്സരിക്കുന്നത്. ഓക്കെ, അവിടെ ആരെ അദ്ദേഹം കോൺടെസ്റ്റ്? അല്ല, CP ജോൺ CMP എതിരെ വരുന്ന ആരായിരിക്കും? അത് പേര് ആന്റണി രാജുവിന് ഇനി മിക്കവാറും സീറ്റ് കൊടുക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് അറിയുന്നത്. ചെറിയ പാർട്ടികളെ അവർ CPM അങ്ങ് ഏറ്റെടുക്കും. പിന്നെ ആ സീറ്റിന് വേണ്ടി കോൺഗ്രസും വാദിക്കുന്നുണ്ട്. കോൺഗ്രസിലെ ചിലര്, അതായത് ശബരിനാഥ് ഇനിയിപ്പോൾ അരുവിക്കരയിൽ മത്സരിക്കില്ല. സ്റ്റീഫനാണ് ശബരിനാഥിനെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് ശബരിനാഥിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. പക്ഷെ അത് CMPക്ക് ഉറപ്പാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം, BJPക്ക് അനുകൂലമാണ് ഈ പ്രാവശ്യം വട്ടിയൂർക്കാവ് മണ്ഡലം. ഇനി വേറെ അട്ടിമറിയൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവിടെ നമ്മുടെ കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി എന്നും കേൾക്കുന്നു, സീരിയൽ നടൻ. അല്ല, അത് വട്ടിയൂർക്കാവിൽ അതെ, സിനിമ വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന്റെ K മുരളീധരൻ മത്സരിക്കില്ല. അതിന്റെ അർത്ഥം തന്നെ വട്ടിയൂർക്കാവിൽ ഇനി മുരളീധരൻ വിചാരിച്ചാൽ പോലും വലിയൊരു ഗെയിം ചേഞ്ചറാണ് പുള്ളി.
അദ്ദേഹം വിചാരിച്ചാൽ പോലും ജയിക്കാൻ കഴിയാത്ത പരുവത്തിലായി. വട്ടിയൂർക്കാവെന്ന് പറയുന്നത് ഇവിടുത്തെ പിന്നെ മുന്നോക്ക മുന്നണിയുടെ അല്ലെങ്കിൽ നായന്മാരുടെ ആസ്ഥാനമാണ്. അവിടെ മൊത്തത്തിൽ തിരുവനന്തപുരത്ത് ഒരു അനുകൂല മനോഭാവമുണ്ട്. BJPയുടെ അനുകൂല മനോഭാവമായിട്ട് കാറ്റ് മാറി വീശിയിട്ടുണ്ട്. പഴയ കോൺഗ്രസ്സുകാരെല്ലാം ഇപ്പോൾ BJPയിലേക്കാണ് ചേക്കേറിയിരിക്കുന്നത്. ചേക്കേറ്റമല്ലത്, മാനസിക നിലയിൽ വന്നിട്ട് ഒരു മാറ്റമാണ്. ആ നിലപാടാണ് ഇപ്പോഴും അവർ തുടരുന്നത്. അതുകൊണ്ട് പിന്നെ കാട്ടാക്കട ഉറപ്പായിട്ടും BJPക്ക് പിടിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ്. തെറ്റുകളൊന്നും പറ്റിയില്ലെങ്കിൽ, മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ അവർക്കത് പാരവയ്പ്പുകൾ ഉണ്ടായില്ലെങ്കിൽ ജയിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കഴക്കൂട്ടവും ഉറപ്പായിട്ടും അവർക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനിപ്പോൾ മിനിമം ഒരു സീറ്റ് BJPക്ക്. വർക്കലയും ഇവർക്ക് പിടിക്കാവുന്ന മണ്ഡലങ്ങളിൽ വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ BJPക്ക് ഒരു 4 സീറ്റെങ്കിലും കുറഞ്ഞതാണ്. ഇപ്പം കുറഞ്ഞതൊരു 1 മുതൽ 4 സീറ്റ് വരെ നമ്മൾ കൂട്ടിക്കാണുന്നില്ലത്. 1 മുതൽ 4 സീറ്റ് വരെ പിടിക്കാവുന്ന അന്തരീക്ഷമുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത്, ഒരുമിച്ച് നിൽക്കില്ല, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അങ്ങ് മാറുകയും ചെയ്യും. പിന്നെ ഒന്ന് കാര്യം പറയാവുന്നത്, ഈ പറഞ്ഞ ഈ സപ്ലൈകോയിലും പൊതു മാർക്കറ്റിലെ ഇടപെടൽ കൊണ്ടും CPM ഓണക്കാലത്ത് ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. CPM CPI എല്ലാം കൂടെ ചേർന്നുള്ള മുന്നണി. ആ പ്രകടനമാണ് ജനങ്ങൾക്ക് വേണ്ടത്. അതാണ് അവർക്ക് ഈ വാചകോടിയും വഴക്കും പത്രസമ്മേളനവുമല്ല. അവർക്ക് ഈ പ്രാവശ്യം സപ്ലൈകോയിൽ ചെന്നാൽ 13 ഐറ്റങ്ങൾ വില കുറച്ച് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു ആനുകൂല്യമാണ് വോട്ടായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുക. ആ ട്രാൻസ്ലേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഈ കോവളം മാത്രമായിട്ട് CPM ഈ പ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിൽ ചുരുങ്ങുകയില്ല. 1-2 സീറ്റുകൾ കൂടി അതിന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാം നഷ്ടം സംഭവിക്കുന്നവർക്കാണ് വാസ്തവത്തിൽ കോൺഗ്രസ്സിന്. ആ കോൺഗ്രസിൻ്റെ നഷ്ടത്തെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശാപഗ്രസ്തമായ ഒന്നായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അദ്ദേഹത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളും മാറിയിട്ടുണ്ട്. അത് എത്രയും വേഗം നമുക്കറിയില്ല ഇനി എപ്പോഴാണ് അവർ കൈയൊഴിയുക. ആ MLA സ്ഥാനം കൈയൊഴിയുന്നുവോ അത്രയും ആ പാർട്ടിക്ക് വിജയസാധ്യത കൂടുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയും. അപ്പോൾ ഇതാണ് നമ്മൾ ആകെ ഇവിടെ ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ കണക്ക് കൂട്ടി തന്നെ പറയും 14 അസംബ്ലി സീറ്റുകളാണ്. ഈ 14-ൽ 4 എണ്ണം BJPക്ക് നമ്മൾ കണക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഉള്ളത് 10 ഈ പ്രാവശ്യം ഒരു 2 സീറ്റ് അല്ലെങ്കിൽ 3 സീറ്റ് ഉറപ്പായിട്ട് LDFന് പോകാൻ സാധ്യതയുണ്ട്. കാരണം അത്ര അനുകൂലമാണ് അവരുടെ പൊതു മാർക്കറ്റിലെ ഇടപെടൽ എന്നതുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 7 അല്ലെങ്കിൽ 6 സീറ്റോ UDF മുന്നണിക്ക് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ അവസ്ഥയിൽ ഈ ബലാബലത്തിൽ BJP തിളങ്ങുന്ന ഒരു പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക, മങ്ങുന്ന ഒരു പ്രകടനമായിരിക്കും UDF കാഴ്ചവെക്കുക. ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ലക്ഷണമാണ് CPMന് ഇവിടെ അവസാന നിമിഷത്തിൽ ലഭിച്ചത്. 2 കാര്യങ്ങളാണ്: പൊതുമാർക്കറ്റിലെ ഇടപെടൽ, പിന്നെ രണ്ടാമത് കോൺഗ്രസിനേറ്റ രാഹുൽ. CPMന് LDFന് 13 സീറ്റ് നിലവിലുണ്ട്. അത് നിലനിർത്തുമെന്ന് തോന്നുന്നില്ല. കാരണം 4 സീറ്റോളം BJP പോവുകയല്ലേ. 4 സീറ്റ് അത് നിലനിർത്താൻ പറ്റില്ല. അപ്പോൾ ഉള്ളത് 14. അത് നിലനിർത്താം. 4 പോയി കഴിഞ്ഞു. അവരുടെ തന്നെയാണ് പോകുന്നത്. അല്ല, കോവളമല്ല പോകുന്നത്. 4 പോകുന്നത് കോൺഗ്രസിനാണ് നഷ്ടം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കും തിരുവനന്തപുരം പ്രതികരിക്കുക. കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന ഒരു സ്ഥലം, കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ഒരു സ്ഥലം ഇങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ മൊത്തം കേരളം നോക്കുമ്പോൾ കോൺഗ്രസിന് അത്ര ശോഭനമായിട്ടുള്ള ഒരു റിസൾട്ടല്ല വരാൻ പോകുന്നതെന്നാണ് അർത്ഥം. BJPയെ സംബന്ധിച്ചിടത്തോളം താമര അക്കൗണ്ട് തുറക്കത്തില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ അത് പുല്ലുപോലെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോഴൊരു നമ്മൾ ഈ സമയത്തെ ഒരു അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലേശം മാറിയും മറിഞ്ഞുമൊക്കെ വരാം. ഒരു 2-3 സീറ്റിൻ്റെ ഒരു വ്യത്യാസമൊക്കെ നമ്മളിത് നോക്കുമ്പോൾ, കാരണം ഡെമോഗ്രാഫിക് പ്രസൻസ് വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന സംഭവങ്ങളുടെ സ്വാധീനം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ ഈ കാര്യത്തിൽ വരാനും സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.